നമ്മളിപ്പോൾ അരമണിക്കൂർ നേരത്തെ വന്നേക്കണം. അപ്പോൾ ഇവരപ്പോൾ എന്തോരം നേരത്തെ ആയിരിക്കും ഇപ്പോൾ ഈ പുറകിൽ നിൽക്കണവർ വന്നേക്കണം. നമ്മുടെ പ്ലാൻ കറക്റ്റ് ഫിക്സ്ഡ് ആണ്. ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു. ഒരു ദിവസം മൊത്തം എറിഞ്ഞതിന് 5 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇട്ടിട്ട്, അതായത് നമ്മുടെ ദേ കാണുന്നതാണ് BFS, ദേ ആളുകൾ കൂടിയിരിക്കണുണ്ട. നമുക്ക് പിന്നെ റൂം ബുക്കിംഗ് എത്രയാണ് അവിടെ? ഹായ് ഫ്രണ്ട്സ്, അബീസ്വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഷെങ്കൻ വിസക്കുള്ള പേപ്പർ വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു A to Z വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ചെയ്യണം നമ്മുടെ വൈഫാണ്. ഇന്ന് ഞങ്ങൾ അപ്പോയിൻമെൻറ്റിന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പേപ്പർ വർക്ക് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ പറ്റി ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തെങ്കിലും നമ്മളിതൊരു ഏജൻസിനെ കൊടുത്താണ് ചെയ്യിപ്പിച്ചത്. കാര്യം നമുക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും ആദ്യമായിട്ട് പോകുന്നതാണ്, പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏജൻസിയാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഷെങ്കൻ വിസ എടുക്കാൻ നേരത്താണ് മനസ്സിലായത്, ഓൾറെഡി നമ്മളെ എല്ലാം തന്നെ ബുക്ക് ചെയ്ത് നമ്മുടെ ഒരു ഐറ്റിനറി കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റിന് പോകാനായിട്ട്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ടൈമിലേക്ക് നമുക്ക് വേണ്ടിയ കുറേ പേപ്പർ വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോമാണ്. നമ്മളൊരു ഷെങ്കൻ വിസയ്ക്ക് ഏതൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കറിയാം, നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റ അങ്ങോട്ട് കൊടുക്കും. അതിനനുസരിച്ച് അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങോട്ട് തരും. ഷെങ്കൻ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോം. പിന്നെ അത്യാവശ്യം വേണ്ടിയത് ഇമിഗ്രേഷൻ സ്റ്റേറ്റസ്. അപ്പം ഈ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിസ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഷെയർ കോഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻ്റ് ഔട്ട് ആയിട്ടുള്ള ഫോമുകൾ എടുക്കുക. അടുത്ത വേണ്ടിയ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണം. വിത്തിൻ ഒരു 10-15 ദിവസം മാക്സിമം അതിൻ്റെ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ നമ്മൾ ഒരു 2 ആഴ്ച, മിക്ക സ്ഥലങ്ങളിലും ഒരു 2-3 ആഴ്ച മുന്നേ ആയാലും നമ്മൾ അപ്ലൈ ചെയ്യണം. കാര്യം ഇക്കയുടെ കേസിൽ NHSPയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നേ ഓൾറെഡി കൊടുത്താണ്. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കിട്ടിയത് ഇന്നലെയാണ്. അപ്പം നമുക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടാൻ താമസിച്ചുകൊണ്ട് ഞാൻ സ്പോൺസർ ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ഇക്കയുടെ ആപ്ലിക്കേഷൻ നമ്മൾ വെച്ചത്. 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇവർ പറഞ്ഞത്, നമ്മളോട് ഏജൻസി ത്രൂ ചെയ്തുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞത് മിനിമം 1500 പൗണ്ട് പെർ മന്ത് കാണിക്കണമെന്നാണ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ 1500 പൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിജക്ഷൻ വരാത്ത രീതി ചെയ്യുന്നതാണ്. ഇപ്പം ഒരു പെർ ഹെഡ് ഒരാൾക്ക് ഒരു മിനിമം ഒരു 1000 പൗണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1500 എന്ന് പറയുന്നത് 2500, ഒരു 1000 കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് എൻഡ് ബാലൻസ് അത് വരുന്ന രീതി വേണം ചെയ്യാനായിട്ട്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ പേ സ്ലിപ്പ്. കഴിഞ്ഞ 3 മാസത്തെ പേ സ്ലിപ്പ് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് കിട്ടുന്നത് അത് കൊടുക്കുക. 3 മാസത്തെ വേണം. നമ്മുടെ ഷെങ്കൻ വിസയുടെ ആപ്ലിക്കേഷന് വെക്കാനായിട്ട് ഒരു കവറിംഗ് ലെറ്റർ വേണം. അതായത് നമ്മൾ എന്ത് പർപ്പസിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ഒരു ചെറിയൊരു ഐറ്റിനറി എന്താണ്, എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് താമസിക്കാൻ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, അതിനെ പറ്റിയിട്ട് നമ്മളൊരു ലെറ്റർ നമ്മുടെ പേരൊക്കെ എഴുതി ടു ദ വിസ ഓഫീസർ എംബസി ഓഫ് പോർച്ചുഗൽ എന്നും പറഞ്ഞ് ഇന്ന് ഡേറ്റ് വെച്ചിട്ട് ഒരു ലെറ്റർ, ആരാണോ അവരുടെ പേര് വേണം, സല്യൂട്ടേഷൻ അങ്ങനെ വേണം വരാൻ. അടുത്തായിട്ട് വരുന്ന നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പോൺസർഷിപ്പിനുള്ള ലെറ്റർ, അതായത് ഞാൻ ഇന്നയാളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഇന്നയാളുടെ എല്ലാ നീഡ്സും ഞാനാണ് മീറ്റ് ചെയ്യുന്നത്, എൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ യൂസ് ചെയ്തിട്ടാണ് പുള്ളീനെ ചെയ്യുന്നത്. പിന്നെ ആ സ്പോൺസർ ചെയ്യുന്ന ആളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഈ സെയിം ഇപ്പം ഞാൻ പറഞ്ഞ കവർ ലെറ്ററിലെ പോലെ തന്നെ നമ്മുടെ ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഐറ്റിനറിയും കൂടെ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയത് ഫ്ലൈറ്റ് ബുക്കിങ്സ്. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് തിരിച്ചെപ്പോഴാണ് വരുന്നത്, ഈ 2 ഫ്ലൈറ്റ് ബുക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ടും വേണ്ടിയത് ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ബുക്കിംഗ്. ഇൻ ബിറ്റ്വീൻ ഇനിയും വല്ല ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രീ ബുക്ക് ചെയ്യേണ്ടതും കൂടെ ആണെങ്കിൽ അതും കൂടെ എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നമ്മുടെ പ്ലാൻ കറക്റ്റ് ഫിക്സ്ഡ് ആണ്, ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞ് പ്രൂഫ് ഓഫ് ഫ്ലൈറ്റ് ബുക്കിംഗ് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക, ടു ആൻഡ് ഫ്രോ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹോട്ടൽ ബുക്കിങ്സ്. അപ്പോൾ നമ്മൾ പോർത്തോയിൽ ചെന്നു, പോർത്തോയിൽ ഇത്ര ദിവസം താമസിക്കുന്നുണ്ട്, ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഇനി പോർത്തോയിൽ നമ്മളെ വേറെ എങ്ങോട്ടെങ്കിലും ഡെസ്റ്റിനേഷൻ, മാക്സിമം എല്ലാവരും പറയുന്നത് നമ്മൾ ഏതോ ഒരു ഡെസ്റ്റിനേഷനാണ് പോകുന്നത് അവിടെ തന്നെ
അവിടുന്ന് തന്നെ തിരിച്ചു വരിക. ടു ആൻഡ് ഫ്രോ ഒരേ സെയിം ഡെസ്റ്റിനേഷനിൽ നിന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം നമ്മൾ അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്രയും ദിവസം ഫ്ലൈറ്റ് ബുക്കിങ്ങും വേണം, ഹോട്ടൽ ബുക്കിങ്സും വെക്കുക. വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് സ്പോൺസർ ചെയ്യുവാണ് മറ്റേയാളെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം നമ്മുടെ റിലേഷൻ കാണിക്കാനായിട്ട് അന്ന് പറഞ്ഞത്. പക്ഷേ നാട്ടിലത്തെ പോലെ മാരേജ് സർട്ടിഫിക്കറ്റിന് എന്തോരം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം ഇതൊരു ഇന്ത്യൻ എംബസിയിലോട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോപ്പി. അടുത്തടുത്ത് നമ്മൾ ട്രാവൽ ഇൻഷുറൻസ്, ഏതൊരു രാജ്യത്തോട്ട് പോകുമ്പോഴും മെഡിക്കൽ അല്ലെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം. കാര്യം നമ്മുടെ എന്തെങ്കിലും ഒരു അൺഫോർസീൻ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ ഇൻഷുറൻസ് എടുത്തു, അതിൻ്റെ ഡീറ്റെയിൽഡ് എല്ലാം വെച്ചിട്ട് നമ്മുടെ പേര് ഉൾപ്പെടെ എല്ലാം വെച്ച് അതിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയ ഷെങ്കൻ വിസ ആപ്ലിക്കേഷനിൽ വെക്കേണ്ടിയ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഏജൻസിക്ക് കൊടുത്ത കാശല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് പോർച്ചുഗൽ അപ്പ് ആൻഡ് ഡൗൺ എത്ര രൂപ കിട്ടി? 2 പേർ കൂടെ 85 നമുക്കായ. അപ്പം ഒരു പെർ ഹെഡ് ഒരു 45, മാക്സിമം 45 അത്രയൊക്കെ വരുള്ളായിരിക്കും. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് എത്രയായി? 10 പൗണ്ടിന് ട്രാവൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അതും ആനുവൽ ട്രാവൽ ഇൻഷുറൻസ് എന്നാണ് നമ്മുടെ ഇതിനകത്ത് ഈ ഫോമിൽ വന്നിരിക്കുന്നത്. ആനുവലി എടുത്തിരിക്കുന്ന ട്രാവൽ ഇൻഷുറൻസ് ഫോർ ഓൾ ഷെങ്കൻ കൺട്രീസ്. അപ്പോൾ ഒരു വർഷത്തേക്ക് എവിടെ പോയാലും ആ 10 പൗണ്ടിന് ട്രാവൽ ഇനി വേറെ എടുക്കണം, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. നമുക്ക് പിന്നെ റൂം ബുക്കിംഗ് എത്രയാ അവിടെ? നമ്മൾ 3 സ്ഥലത്ത് 3 ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്ന് പോർട്ടോ, മാഡ്രിഡ്, വാലഡോയിഡ്. അപ്പം ഈ 3 സ്ഥലത്തും ഒരാൾക്കൊരു 40 പൗണ്ട് ആ ഒരു റേഞ്ചിൽ പെർ ഡേ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഷെങ്കൻ വിസയുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇന്നത്തെ ഞങ്ങൾ VFSലോട്ട് ഇറങ്ങുവാണ്. രാവിലെ 7 മണിയായി. 9 മണിക്കാണ് മാഞ്ചസ്റ്ററിൽ അപ്പോയിൻമെൻറ്റ്. ഇനി അവിടെ ചെന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഡെമോ വേണം, നിങ്ങൾക്ക് കവറിംഗ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് വേണം. പക്ഷേ എപ്പോഴും പേഴ്സണലി ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഷെങ്കൻ വിസ വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ഏജൻസീനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അത്രയ്ക്കും ചെയ്യാനുണ്ട് അല്ലേ? അത്രയ്ക്കും ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ വർക്ക് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ വരെ ആ ഏജൻസിനെ വിളിച്ചിട്ട് നമ്മൾ പ്രൊമോഷനൊന്നും ആയിട്ട് പറയുന്നതല്ല, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തൊക്കെ വെക്കണം. പല കാര്യങ്ങളും നമുക്ക് നെറ്റിൽ നോക്കിയാലും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് ഒരാളുള്ളത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഓൾറെഡി ഷെങ്കൻ കൺട്രി വിസിറ്റ് ചെയ്ത ഏതൊരു ഒരാൾ നമ്മുടെ കൂടെ വേണം. പക്ഷെ അവൻ എത്രത്തോളം നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അവർക്കുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പം ഇന്ന് ഈ VFS പോയിട്ട് ബാക്കി കാര്യങ്ങൾ, VFS പോണേൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കണ്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ഷെങ്കൻ വിസ അപ്രൂവലായിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഇന്ന് VFSൽ വന്നേക്കുവാണ്, നമ്മുടെ ഷെങ്കൻ വിസയുടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ വണ്ടി ഇടാം കേട്ടോ. ഇവിടെ ഒരു ദിവസം മൊത്തം എറിഞ്ഞതിന് 5 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇട്ടിട്ട്, അതായത് നമ്മുടെ കാണുന്നതാണ് VFS. ആളുകൾ കൂടിയിരിക്കണുണ്ടോ? ആളുകൾ കൂടി ആ മഞ്ഞയും പച്ചയൊക്കെ പെയിൻ്റ് അടിച്ചപ്പോൾ അതാണ് നമ്മുടെ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് സെൻറ്റർ. അവിടെ തന്നെയാണ് നമ്മൾ കൊച്ചിന് പാസ്പോർട്ട് എടുക്കാൻ വന്നതും. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 4ാമത്തെ തവണ ഇവിടെ വന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് പാർക്കിങ്. ഓക്കെ. ഞങ്ങൾ കാര്യം അങ്ങോട്ടേക്ക് പോയായിരുന്നു, പാർക്കിംഗ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പാർക്കിംഗ് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരു ദിവസം മൊത്തം എറിഞ്ഞതിന് 5 പൗണ്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഓക്കെ. വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ മുമ്പിൽ ഇപ്പം തന്നെ നല്ല ആളുണ്ട്. 8:30 തുറക്കുള്ളൂ. നമ്മുടെ അപ്പോയിൻമെൻറ്റ് 9:30. പക്ഷെ നമ്മൾ നേരത്തെ വന്നു. എങ്ങാനും ബ്ലോക്ക് ഇട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയാവൂലേ. എല്ലാ ഫയലും എടുത്തിട്ടുണ്ട്. എങ്ങാനും അവർ വല്ല ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ചോദിച്ചാലും കൊടുക്കാൻ പാകത്തിന് ഒന്നും ഇല്ലാതിരിക്കരുത്. നമുക്കിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏജൻസി അവർ പറഞ്ഞതും 5 മിനിറ്റ് വൈകിയതിന് ഇവർ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നേരത്തെ വരും. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കാം. ഒരു അരമണിക്കൂർ നേരത്തെ വന്നാൽ യാതൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ അരമണിക്കൂർ നേരത്തെ വന്നേക്കണം. അപ്പോൾ ഇവരപ്പോൾ എന്തോരം നേരത്തെ ആയിരിക്കും ഇപ്പോൾ ഈ പുറകിൽ നിൽക്കണവർ വന്നേക്കണം. അതെ, ആ VFSൻ്റെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഫുഡ് ഹാൾ യൂണിവേഴ്സൽ സ്ക്വയർ ഉള്ളത്. അത്യാവശ്യം വലിയ ഫുഡ് ഹാളാണിത്. എല്ലാം കിട്ടും, ഹലാലും എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ബർഗർ അടിച്ചിരിക്കാം. ഇതാണ് അപ്പോൾ നമ്മൾ മേടിച്ച ഫുഡ്. 4.5 പൗണ്ട് ഒരു ബർഗറിന്. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 2 ഹാഷ് ബ്രൗൺസ് ഉണ്ട്, ഒരു ഓംപ്ലേറ്റ് ഉണ്ട്. കൊള്ളാട്ടോ, നൈസ് സാധനമാണ് ഗൈസ്. അപ്പോൾ പാർക്കിംഗ് മറക്കണ്ട. പാർക്കിംഗ് ഓപ്പോസിറ്റ് കാണണം. അപ്പോൾ പാർക്കിംഗ് മുഖ്യമ്പിക്കിലെ